ആദ്യമായിട്ട് ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ഇത് നമ്മുടെ 13.8-ലും ഒപ്പം റിഡക്ഷോ ചാനലും കൂടി വന്ന വീഡിയോ ആണ്. അപ്പോൾ ചിലർ ഇത് 13.8-ലാണ് കണ്ടിട്ടുണ്ടാവുക. ഞാനത് റിഡക്ഷോയിൽ നിന്നാണ് പ്ലേ ചെയ്യുന്നത്. എന്തായാലും മതവിമർശനവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അത് മുസ്ലിങ്ങൾ എന്ന വിഭാഗത്തിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ്. നമ്മൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മതവിമർശനം നടത്തുമ്പോഴും അത് മതവിമർശനമായിട്ടല്ല അത് പരിണമിക്കുന്നത്. അതിന് വേറെ പല മാനങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രതീഷ് വാമദേവൻ എന്നാണ്. റിഡക്ഷോയിൽ നിങ്ങൾ കണ്ടു കാണും, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഒപ്പം ചില ഘട്ടങ്ങളിൽ ഇൻഫിഡൻസ് എന്ന ചാനലിലും വന്നിട്ടുണ്ട്. 13.8-ൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ചിലപ്പോൾ മുമ്പ് വന്നിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ആ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യാണ്. ഇതിലെ പ്രസക്ത ഭാഗമാണ് പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ മൊത്തം കാണേണ്ടവർക്ക് അത് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും സമയപരിമിതി മൂലം ഇതിൽ ഉള്ള ചില ഭാഗങ്ങൾ എനിക്ക് രസകരമായി തോന്നിയുകൊണ്ട് ഞാനത് പ്ലേ ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഒരു വൈറസ് ആണ് ഇത് മനുഷ്യരെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത്. ഇവരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ഒരു മൈൻഡ് വൈറസ് ആണ്. ആളുകൾ ഗ്രന്ഥം വായിക്കുന്നു, ഗ്രന്ഥം വായിക്കുമ്പോൾ തന്നെ ഈ വൈറസ് നമ്മുടെ ബ്രെയിനിനെ ഇൻഫെക്ട് ചെയ്യുന്നു. പിന്നെ ഒരു ബ്രെയിനിൽ നിന്ന് വേറെ ബ്രെയിനിലേക്ക് പടരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മതഗ്രന്ഥങ്ങൾ എടുക്കുന്നു, ഓരോ വാക്യങ്ങൾ വായിക്കുന്നു. ഇപ്പം ഖുർആൻ 5:10 UDHR നിരക്കുന്നതല്ല, ഖുർആൻ 10:20 സ്ത്രീ വിരുദ്ധമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? മാറ്റം വരാൻ ഈ വൈറസിനെ മാറ്റും. ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് ആരും ചോദിച്ചില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പ്രശ്നം ഇതെന്ത് വർക്ക് ചെയ്യുന്ന സംഭവമാണോ, ഇത് ശരിക്കും സമൂഹത്തിൽ അഫക്ട് ചെയ്യുന്നുണ്ടോ, ഇതെന്താണ് ഇതിന്റെ ഗുണമാണോ ദോഷമാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നാസി റെജീമിലേക്ക് പോകണം. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ മതവിമർശനം നടത്തുന്നത്, നമ്മളിപ്പോൾ വിശ്വാസികളോട് ഈ അവരുടെ പുസ്തകത്തിലുള്ള പല ആയത്തുകളൊക്കെ ഉദ്ധരിച്ച് പല കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ആ മതവിമർശനം മാത്രമല്ല ചെയ്യുന്നത്, വേറെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം എടുക്കുന്നത് നാസി കാലഘട്ടത്തിലെ ചില കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇത് ഹിറ്റ്ലറിന്റെ സമയത്ത് നിങ്ങൾ ശുദ്ധ രക്തമാണ് അല്ലെങ്കിൽ പ്യുവർ ആര്യൻ റേസ് ആണെന്ന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾ പ്യുവർ ആര്യൻ റേസ് ആണെന്ന് നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്ത് തരുമായിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നത് ജൂതന്മാരുടെ ജനിതകത്തിൽ പ്രശ്നമുണ്ടെന്നായിരുന്നു. ജൂതന്മാരുടെ ജനിതകത്തിൽ പ്രശ്നമുണ്ട്, അവരത്ര പ്യുവർ അല്ല, അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബ്ലഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പ്യുവർ ബ്ലഡ് ഉള്ള ആളുകൾ ഇംപ്യുവർ ബ്ലഡ് ഉള്ള ആളുകളുമായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം അവരിവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ടാകും. കാരണം വൈറസ് മാതിരി, നേരത്തെ പറഞ്ഞ വൈറസ് മാതിരി ഇവിടെ ഈ വൈറസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സമൂഹത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂതന്മാരുടെ ജനിതകം ശരിയല്ല. ഇവിടെ നിങ്ങൾക്ക് ഈ ഡോക്കിൻസ് കൊണ്ടുവന്ന ടൂളും നാസി റെജിമിലുള്ള ടൂളും തമ്മിലുള്ള ഭയങ്കര സിമിലാരിറ്റി കാണാൻ പറ്റും. ഡോക്കിൻസിന്റെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ പുള്ളി ഡോക്കിൻസിൻ പറയുന്ന ചില കാര്യങ്ങളും നാസികൾ പറഞ്ഞ ചില കാര്യങ്ങളും താരതമ്യം ചെയ്യാണ്. പുള്ളിയുടെ ഈ പ്രഭാഷണത്തിൻ്റെ പേര് ഡോക്കിൻസിൻ്റെ ബാധ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം, ഡോക്കിൻസ് ഗോസ്റ്റ് അല്ലെങ്കിൽ ഡോക്കിൻസിൻ്റെ ബാധ എന്നാണ്. അപ്പോൾ ഡോക്കിൻസ് ഈ പ്രധാനമായിട്ട് മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും അവരുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഡോക്കിൻസിനെ പോലെ ഉള്ള ചില യുക്തിവാദികളൊക്കെ ഈ ഇമിഗ്രൻറ്റ്സ് ആയി വരുന്ന മിഡിൽ ഈസ്റ്റിലെയും മറ്റും മുസ്ലിങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. എക്സാക്ട്ലി അതാണ് എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഡയമെൻഷനിൽ തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ചുവട് പിടിച്ച് യുക്തിവാദികളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളും പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യും. അതിപ്പോൾ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന മുസ്ലിങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം തീവ്രവാദം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടി നമ്മളെന്ത് പറയും? അത് അവരുടെ മതത്തിൻ്റെ കുഴപ്പമാണ്, മതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെയാണ് ഇദ്ദേഹം നാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യവഹാരങ്ങളുമായി കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനിവിടെ കാണിച്ചിട്ടുള്ളത് ചിത്രത്തിൽ നമ്മൾ പറയും, അല്ലെങ്കിൽ ചില യുക്തിവാദികൾ പറയുന്നു, കൾച്ചർ, അതായത് ഈ ഇസ്ലാം മതം ഉണ്ടാകുന്ന ആ കൾച്ചർ അത് വളരെ നിലവാരം കുറഞ്ഞതാണ്, അല്ലെങ്കിൽ
വളരെ മോശം കൾച്ചറാണ്. ഇവിടെ ഇൻഫീരിയർ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയും. അതേപോലെ ഇതൊരു വൈറസ് ആണ്, അത് ഒരു മത വൈറസ് ആണെന്ന് നമ്മൾ പറയും. ഒപ്പം നമ്മൾ ആ വൈറസ് പടരുന്നത് തടയണം എന്ന് നമ്മളൊക്കെ പറയും. അപ്പോൾ അതിനെയാണ് ഈ നാസികൾ പറയുന്നതുമായി അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നോക്കാം. ടൂൾ എന്താണ്? ചില കൾച്ചറുകളിൽ വൈറസ് ഉണ്ട്. ഈ നാസി റെജിം എന്താ പറഞ്ഞത്? ചില ജനിതകത്തിൽ പ്രശ്നമുണ്ട്. ഈ ഡോക്കിൻസിന്റെ ടൂൾ പ്രകാരം എന്താ? ഈ വൈറസ് മുക്തമായ ഒരു സുപ്പീരിയർ കൾച്ചർ ഉണ്ട്. ഈ നാസി റെജിമിൽ പറയുന്നത് എന്താണ്? ഈ ആര്യൻ ജനിതകം മാത്രമുള്ള ഒരു സമൂഹമാണ് ഭയങ്കര ബെറ്റർ സമൂഹം, ഈ വൃത്തികെട്ട ജനിതകം ഇല്ലാത്തൊരു സമൂഹം ബെറ്റർ സമൂഹമാണ്. ഡോക്കിൻസ് എന്താ പറയുന്നത്? ഈ വൈറസിനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് നാസി റെജിം പറയുന്നത്, നമുക്ക് കണ്ടെയ്ൻ ചെയ്യുന്നത്. ബേസിക്കലി ഇത് ഒരു വംശീയമായ ഒരു നറേറ്റീവാണ്. ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെ വംശീയത, ഞാൻ കുറെ പേരോട് റേസിസ്റ്റ് ആണ് പറയുമ്പോൾ യുക്തിവാദികളോട് നീ എന്തോടെ പറയുന്നത് റേസിസ്റ്റോ? മതം എങ്ങനെ റേസിസ്റ്റ് ആവും? മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം വിശ്വാസങ്ങളല്ലേ. റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ ഒരു ജൈവികമായിട്ടുള്ള അതാണ്. അപ്പം ഇതെങ്ങനെ റേസിസ്റ്റ് ആവുന്നത്? കുറെ പേരോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ആളുകൾ ചോദിക്കട്ടെ എങ്ങനെയാണ് മതത്തോടുള്ള ഒരു പ്രിജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് റേസിസം എങ്ങനെ ആവും? മതത്തിൽ ബയോളജിക്കൽ കമ്പോണന്റിലോ നമുക്ക് കുറെ പേരാണ് ഇങ്ങനെ തർക്കിക്കൊണ്ടിരിക്കും. ഞാൻ അവരോട് ചോദിക്കാനുള്ളത് റേസിസം ആവുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നിന്നും ബയോളജി ഉള്ളതുകൊണ്ടാണോ? ഇപ്പം ജൂതന്മാരുടെ ജനിതകം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ റേസിസം ആവുന്നത്? അല്ല. ഈ ജനിതകം മോശമാണെന്ന് പറഞ്ഞ് ഒരു ആഖ്യാനം വരുമ്പോൾ ആ മനുഷ്യർ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നം കാരണമാണ് റേസിസം ആവുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരാൾ കറുത്ത വർഗ്ഗക്കാരൻ്റെ കറുത്ത നിറത്തെ നമ്മൾ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് റേസിസ്റ്റ് ആവില്ല, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും. അതായത് ആ കറുത്ത വർഗ്ഗക്കാരന് അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരാൾ, കറുത്ത വർഗ്ഗക്കാരൻ എന്ന് പറഞ്ഞൊരു വർഗ്ഗമൊന്നുമില്ല, പക്ഷെ കറുത്ത നിറമുള്ള ആരെയും നമ്മൾ അവരുടെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ചു എന്നിരിക്കുക. കറുത്ത നിറം എന്നല്ല, ഏത് നിറത്തിൻ്റെ പേരിൽ. അപ്പോൾ അത് നമ്മൾ ആക്ഷേപിച്ച ഭാഗം അത് അതേപോലെ തന്നെ റേസിസ് ആവില്ല. അത് റേസിസ് ആവുന്നത് എപ്പോഴാണ്? അതിൻ്റെ പേരിൽ അവർ വല്ല വിവേചനമോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് റേസിസമാണ്. അതാണ് പറഞ്ഞു വന്നത്. നിങ്ങൾക്കത് പോയിന്റ് മനസ്സിലായോന്നറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഒരാളെ അയാളുടെ വംശമോ അയാളുടെ നിറമോ പറഞ്ഞ് ആക്ഷേപിച്ചു എന്നിരിക്കാം. അയാൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ, അയാൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് റേസിസം എന്ന ഗണത്തിൽ പെടില്ല എന്നുകൂടി വേണം ഇതിന്ന് മനസ്സിലാക്കാൻ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ കറുത്ത വർഗ്ഗക്കാരുടെ തൊലി കറുത്താണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല റേസിസ് ആവുന്നത്. അവർ അങ്ങനെ തൊലി കറുത്ത മനുഷ്യർ മോശമാണെന്ന് ഒരു ആഖ്യാനം വരുമ്പോൾ ആ സമൂഹത്തിൽ മനുഷ്യർ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് റേസിസ് ആവുന്നത്. സിമിലർലി തന്നെ നമ്മളൊരു കൾച്ചർ ഇവർ ഇൻഹറൻലി മോശമാണ്, ഇൻഹറൻലി ഐഡിയോളജി മോശമാണ്, ഇൻഹറൻലി ഭയങ്കര മോശമാണെന്ന് പറയുമ്പോൾ ഇതേ മനുഷ്യർ അതേ പ്രശ്നങ്ങൾ നേരിടും. ഇപ്പം റേസിസം ഓഫ് ദി ഓൾഡ് ഡേയ്സ് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാരുടെ ജനറ്റിക്സ് മോശമാണെന്ന് പറയുന്നു, കറുത്ത വർഗ്ഗക്കാർ ശരിക്കും പരിണമിച്ചിട്ടില്ല എന്ന് പറയുന്നു, കറുത്ത വർഗ്ഗക്കാർക്ക് വേദന അറിയാനുള്ള ഒരു മാർഗ്ഗമില്ല എന്നൊരു സ്യൂഡോ സയൻസ് ഒന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പല ആധുനിക മോഡേൺ മെഡിസിന്റെ ഈ സർജറി ഒക്കെ നടത്തിയിരുന്ന കറുത്ത വർഗ്ഗക്കാരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനുഷ്യരായിട്ടില്ല, അവർക്ക് വേദനയില്ല എന്ന് പറഞ്ഞായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ജനിതകത്തിന് ഐക്യൂ ഇല്ല, അവർക്ക് വേദന കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിരുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ റേസിസം ഇത് ഞാനൊരു എക്സ് ക്രിസ്ത്യൻ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു യുക്തിവാദിയാണെന്ന് എനിക്കറിയില്ല, അവിടെയുള്ള യുക്തിവാദികളാണെന്ന് പറയുന്നത്. അയാളുടെ ഒരു സംഭവമാണ് ഇവന്മാരുടെ ബേസിക്കലി ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കമന്റ് ഇതാണ്: ഇവർമാരുടെ ഐഡിയോളജിയാണ് ശരിയല്ലാത്തത്, ഖുറാനിലും മറ്റുമുള്ള ആന്റി ജൂസ് വേർഡ്സ് ആണ് ഇവന്മാർ ജൂതനെ ഇത്രയും വെറുക്കാൻ കാരണം. ഞാൻ ഈ ലാംഗ്വേജ് മാറ്റി ഇവിടെ ഐഡിയോളജി മാറ്റിയിട്ട് ഞാൻ ജനിതകം ആക്കുന്നു വിചാരിച്ചു. ഇവന്മാരുടെ ജനിതകമാണ് ശരിയല്ലാത്തത്, ഇവന്മാരുടെ ജനിതകം ശരിയല്ലാത്തത് കൊണ്ടാണ് ജൂതന്മാർ ഇവർ വെറുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എടാ നീ പറയുന്ന റേസിസ് ആണ്. പക്ഷേ ഇവന്മാരുടെ ഐഡിയോളജിയാണ് ശരിയല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് റേസിസ് ആണെന്ന് തോന്നുന്നില്ല. എന്താ ഇവിടെ മാറി? ഇവിടെ ഭാഷ മാറിയതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് പുള്ളി പറഞ്ഞ ആ ഒരു കമൻറ്റ്, പുള്ളി അവിടെ ഇവന്മാരുടെ ഐഡിയോളജിയാണ് പ്രശ്നം എന്ന് പറഞ്ഞത് കോട്ട് ചെയ്തിട്ട് ഒരാൾ കമൻ്റ് ഇടുന്നു. അതുകൊണ്ട് അതായത് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് പലസ്തീനികളെ കുറിച്ച് പറഞ്ഞതായിരിക്കാം. അവരുടെ ഐഡിയോളജിയാണ് മോശം, അവരുടെ മതത്തിൻ്റെ പുസ്തകത്തിൽ ജൂതന്മാർക്കെതിരെയുള്ള പല വചനങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ ഈ ഇസ്രായേലിനെ വെറുക്കുന്നത് അല്ലെങ്കിൽ ജൂതന്മാർ വെറുക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ പറഞ്ഞത് ഈ പറയുന്നുണ്ടല്ലോ, ഇത് ഐഡിയോളജി ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് റേസിസമായി തോന്നാത്തത്, പക്ഷേ നിങ്ങൾ ആ സ്ഥാനത്ത് ജനിതകം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജനറ്റിക്സ് അല്ലെങ്കിൽ വംശം എന്നൊക്കെ ആക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് റേസിസമായി തോന്നുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ റേസിസത്തെ മനസ്സിലാക്കുന്നത്. ഐഡിയോളജിയെ വിമർശിച്ചാൽ, ഐഡിയോളജിയെ കുറ്റം പറഞ്ഞാൽ, ഐഡിയോളജി തെറ്റാണെന്ന് പറഞ്ഞാൽ ആരും അത് റേസിസമായിട്ട് മനസ്സിലാക്കാറില്ല. പക്ഷേ പ്രതീക്ഷൻ്റെ അഭിപ്രായത്തിൽ അതും ഒരു തരം റേസിസമാണ്. ഓക്കെ, അപ്പോൾ ഭാഷയാണ് പ്രശ്നമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഭാഷയാണ് പ്രശ്നമെങ്കിൽ ഏത് ഭാഷയിലാണ് നമുക്ക് ഐഡിയോളജി വിമർശിക്കാൻ പറ്റുക?
അത് അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഐഡിയോളജി തെറ്റാണ്, ഈ ഐഡിയോളജി മോശമാണ് എന്ന് പറഞ്ഞാൽ അത് ഏത് ഐഡിയോളജി ആണെങ്കിലും, അത് ഈ പ്രതീക്ഷ അടക്കം ചില ഐഡിയോളജികൾ എതിരെ നിൽക്കുന്നുണ്ടല്ലോ, അവർ എതിർക്കുന്ന ചില ഐഡിയോളജികളുണ്ട്. അപ്പോൾ ആ ഐഡിയോളജിയെ എങ്ങനെയാണ് അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ പറ്റുക? അത് റേസിസമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ പ്രതീശിൻ്റെ യുക്തിയിൽ പ്രതീശിനെ ഒരു ഐഡിയോളജി എതിർക്കണമെങ്കിൽ ആ ഐഡിയോളജി ഇൻഹറൻ്റ്ലി തെറ്റാണ്, ആ ഐഡിയോളജിക്ക് ഇൻഹറൻ്റ്ലി പ്രശ്നമുണ്ട് എന്ന് പറയണമെങ്കിൽ, ഉദാഹരണത്തിന് സംഘപരിവാർ പ്രതീക്ഷ എതിർക്കുന്ന ഒരു ഐഡിയോളജി കൊണ്ട് നടക്കുന്ന ഒരു ടീമാണ്. ആരാണ് സംഘപരിവാർ? അതെ, ആരൊക്കെയോ ആണ്, പക്ഷെ അങ്ങനെ ഒരു സംഘപരിവാറുണ്ട്. അപ്പോൾ ആ സംഘപരിവാർ ഐഡിയോളജി എതിർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് ഭാഷയിൽ പറയണം? ഹിന്ദിയിൽ പറയണോ, അറബിയിൽ പറയണോ? ഏത് ഭാഷയിൽ പറഞ്ഞാലാണ് സംഘപരിവാർ ഐഡിയോളജി തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ അത് റേസിസം അല്ലാതെ ആയി മാറുക? ഇതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ബാക്കി ഭാഗം കേൾക്കാം. പുതിയ യുഗത്തിൽ ഈ ഡോക്കിൻസിന്റെ ടൂൾ കൊണ്ട് സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭാഷ മാറിയതേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന എന്താണ്? ഒരു വിഭാഗം മനുഷ്യരുടെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്, മൈൻഡിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി സെയിം തിങ്. അന്ന് നടന്ന അതേ നറേറ്റീവ് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഇത് തന്നെയാണ്, നമ്മൾ മാത്രമല്ല, അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ചില യുക്തിവാദികൾ, നമ്മളെപ്പോലുള്ള ആളുകൾ ഈ ഇസ്ലാമിലെ പ്രശ്നങ്ങളും പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളുടെ ഐഡിയോളജിയിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. അവരുടെ ഐഡിയോളജിയിൽ ഇൻഹെറൻ്റ്ലി കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആ ഐഡിയോളജിക്ക് ഒരു കുഴപ്പമുണ്ട് എന്ന് കൂടി നമ്മളെപ്പോലെ ആ ഒരു ആശയത്തെ, ആ ഒരു ഐഡിയോളജിയെക്കുറിച്ച് വിമർശനമുള്ള ഒരു വ്യക്തിയാണ് പ്രതീഷ്. അപ്പോൾ പ്രതീഷ് സംഘപരിവാറിനെ കുറിച്ച് പറയുമ്പോഴും അത് വംശീയതയാണോ? നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണോ അത് വംശീയതയാകുക എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കിയാണ്. അപ്പോൾ ബാക്കി കേൾക്കാം. ഈ ഒരു ഇന്ത്യയിലെ ഒരു മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അവർക്ക് വാടക വീട് കിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? മുസ്ലിങ്ങളോട് പേഴ്സണലി എന്തോ ദേഷ്യമുള്ളതുകൊണ്ടല്ല അവർക്ക് കിട്ടാത്തത്. അവരുടെ ഉള്ളിൽ ഈ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ആളുകൾക്ക്. ഒരു മുസ്ലിം വാടക വീടിന് വേണ്ടി നോക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ചിന്ത, ഓ ഇവരുടെ ഐഡിയോളജി ശരിയല്ല, ഇവരുടെ മതം ശരിയല്ല, ഇവൻ തീവ്രവാദിയാകാൻ ഒരു 5% സാധ്യത ഉണ്ടെങ്കിലോ, എന്തിനാ റിസ്ക് എടുക്കുന്നത്? അപ്പൊ ഇവിടെ ഈ ഡോക്കിൻസിന്റെ ടൂൾ എടുക്കുമ്പോൾ യുക്തിവാദികൾ എന്താ ചെയ്യുന്നത്? ആ നറേറ്റീവ് നോർമലൈസ് ചെയ്യുകയാണ്. ഒന്ന്, മുസ്ലിങ്ങൾക്ക് വടക്കേന്ത്യയിൽ വാടക വീട് കിട്ടാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നേരെ മറിച്ച് മുസ്ലിങ്ങളും ഇതേപോലെ അവരുടെ തന്നെ ഏരിയകൾ ഉണ്ടാക്കി അവരെത്രത്തോളം മറ്റ് ടീമുകൾക്ക് വാടക കൊടുക്കുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കാം. പിന്നെ ഈ വാടകക്ക് കൊടുക്കാത്തത്, മുസ്ലിങ്ങൾക്ക് അവരോടുള്ള സ്റ്റിഗ്മയുടെ അടിസ്ഥാനത്തിൽ വാടക കൊടുക്കാത്തത് വെറും അവർ ഈ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് എന്നുള്ളത് മാത്രമല്ല, വടക്കേന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വർഗീയവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടെയുള്ള ധ്രുവീകരണം കാരണമാണ് അത്. അതല്ലാതെ അവർ ഖുറാനിലെ ഇന്ന ആയത്ത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് മാത്രം വാടക കൊടുക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അത് വളരെ ലളിതമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ അതിലളിതമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എത്ര വാടക ഉടമസ്ഥ അല്ലെങ്കിൽ വാടക വീടൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് മുസ്ലിങ്ങളുടെ വേഷവിധാനങ്ങളും മറ്റു കാര്യമൊക്കെ കുറച്ച് എക്സ്ട്രീമായിട്ട് തോന്നുന്നവരുണ്ടാവും. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരൊക്കെ അവരുടെ ഏരിയകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വടക്കേന്ത്യയിൽ പൊതുവിൽ അതങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നഗരങ്ങളിലൊക്കെ പിന്നെ വേണ്ട ഒരു ചെറിയ സാധ്യത ഉണ്ട് ഈടെ കലരാൻ. മറുവശത്ത് ആണെങ്കിൽ കുറച്ചൊക്കെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ വളരെ പോളറൈസ്ഡ് ആണ്, അല്ലെങ്കിൽ അവരുടേതായ ഏരിയകളിൽ തങ്ങാനാണ് അവർക്കിഷ്ടം. അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഖുറാനൊക്കെ വായിച്ചിട്ട് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി കൊണ്ട് മാത്രം വാടക കൊടുക്കാതിരിക്കുന്ന പരിപാടിയല്ല. ഇതൊക്കെ വളരെ ലളിതവൽക്കരിച്ച ഒരു എക്സ്പ്ലനേഷനാണ്. എന്തായാലും പോട്ടെ. അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് പല യുക്തിവാദികളും തിരിച്ചറിഞ്ഞില്ല. അവരൊന്നും പറയുന്നത് ഈ പേപ്പട്ടി മതം, ഞങ്ങൾ ഇസ്ലാം എന്ന മതത്തെ വെറുക്കുന്നു, മുസ്ലിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. നിങ്ങളെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക എന്തുകൊണ്ട് ചെയ്തു? അവസാനം നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് ഇവരുടെ ഐഡിയോളജി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇത് മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതെ, അതായത് നമ്മൾ മുസ്ലിങ്ങൾ അവർ പിന്തുടരുന്ന ഐഡിയോളജി എന്താണ്? ഇസ്ലാം. അതിലെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നില്ലേ? ആ പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ പറയുന്നത് റേസിസമാണ്, വംശീയതയാണെന്നാണ് പ്രതീക്ഷ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഏത് ആശയത്തെ വിമർശിച്ചാലും അത് ഏതെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ ഒരു മനുഷ്യരും കൊണ്ട് നടക്കാത്ത ആശയം ആണ് നമ്മൾ വിമർശിക്കുന്നതായിരിക്കാം. അങ്ങനെ എത്ര വിമർശനങ്ങൾ നമ്മൾ പൊതു ഇടങ്ങളിൽ നടത്താറുണ്ട്. നമ്മൾ ആശയത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ട് നടക്കുന്ന പല ടീമുകളുണ്ടാവും. ഈ പ്രതീശിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഉദാഹരണത്തിന് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഏലിയൻസ് അല്ലല്ലോ, മനുഷ്യരാണ്. അപ്പം അവർ ഒരാശയം പറയുന്നു, അപ്പോൾ അവരെ നമ്മൾ ഇങ്ങനെ എതിർക്കും. പ്രധാനമായിട്ട് അവരുടെ മെയിൻ ആശയം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതമാണ്. ബാക്കിയുള്ള ഹിന്ദുമതം ഇല്ലെങ്കിൽ സംഘപരിവാറിൽ ബാക്കി കുറച്ച് പുകയും
കുറച്ച് ചാമ്പലും കുറച്ച് അത് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതാണ് അവരുടെ മെയിൻ. അപ്പോൾ ആ ഒരു ആശയത്തെ നമ്മൾ എതിർത്തുന്നിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പേരിൽ സംഘപരിവാറിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ചില ഹിന്ദുക്കൾ, സംഘപരിവാറിൽപ്പെട്ട ഹിന്ദുക്കൾ എന്ന് പറയാം ആണെങ്കിൽ, അവരെന്ത് നേരിടും? അവർ സമൂഹത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ നേരിടും. ഉദാഹരണത്തിന് കേരളത്തിലെ സംഘപരിവാറുകാർ ഒരുപാട് വിമർശനം, അതായത് എല്ലാ സൈഡിൽ നിന്നും വിമർശനം നേരിടുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് സംഘികൾക്കെതിരെ ഒരു ബയസ് സമൂഹത്തിൽ രൂപപ്പെടും. അത് അവരെ ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് സമൂഹത്തിൽ തരംതിരിക്കാൻ ഇടയാകും. അവർ വിവേചനം നേരിടും. അവർക്ക് വിവേചനം ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ പ്രതീക്ഷ പറഞ്ഞത് ബാധകമാണെങ്കിൽ പ്രതീക്ഷിന് സംഘപരിവാർ ഐഡിയോളജി വിമർശിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ മറുചോദ്യം. കാരണം നമ്മൾ ഏത് ആശയത്തെ വിമർശിച്ചാലും അപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആശയത്തെ വിമർശിക്കുന്നത്. ആരും ഏറ്റെടുക്കാനില്ലാത്ത ആശയത്തെ വിമർശിക്കുന്നത് ചിലപ്പോൾ ഫിലോസഫിക്കലൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മൾ അതല്ല ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കേൾക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത് റേസിസം, കൾച്ചറൽ റേസിസം എന്നുള്ളൊരു വാക്ക് അക്കാദമിക ലോകം ഇതിന് പേരിട്ട് കൾച്ചറൽ റേസിസം ആണ്. കാരണം കൾച്ചറിനെ എസെൻഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സത്താപരമായിട്ട് ഇവരുടെ കൾച്ചറിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന നറേറ്റീവ് കൊണ്ടുവന്ന് ആളുകൾക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ ഇത് കർത്തവർഗ്ഗക്കാരെ നേരിടുന്നുണ്ട്. അമേരിക്കയിൽ കർത്തവർഗ്ഗക്കാർ പണ്ട് നേരിട്ടിരുന്നത് ഈ ജനിതകത്തിന്റെ ആണെങ്കിൽ ഇന്ന് കർത്തവർഗ്ഗക്കാർക്ക് വീട് കൊടുക്കാതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവിടുത്തെ വെളുത്തവർഗ്ഗക്കാർ പറഞ്ഞത് കർത്തവർഗ്ഗക്കാരുടെ കൾച്ചർ ശരിയല്ല, അവർ ക്രൈം ചെയ്യാൻ സാധ്യത കൂടുതലാണ്, അവരുടെ ചെറുപ്പം തൊട്ടേ ഡ്രഗ്സിനെ പറ്റിയുള്ള പാട്ടുകൾ കേൾക്കുന്നു, അപ്പോൾ അവരതുകൊണ്ടാണ് അവർ ഡ്രഗ്സ് കൂടുതൽ എടുക്കുന്നത്. ഇവിടെ യുക്തിവാദികൾ ഞാൻ എല്ലാ യുക്തിവാദികളല്ല പറയുന്നത് കേട്ടോ, ഇത് അങ്ങനെ ചെയ്യാത്ത യുക്തിവാദികളുണ്ട്. ഞാൻ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന പല യുക്തിവാദി ഗ്രൂപ്പുകൾക്കും ഈ ഡോക്കിൻസിന്റെ ബാധ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഈ പഠനം ബേസിക്കലി ബ്രിട്ടനിൽ ഇസ്ലാം അല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് പോകുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് വെളുത്തവർഗ്ഗക്കാരുണ്ട്, ഇമിഗ്രൻസ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. ഇവർക്ക് ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ ജനിച്ചപ്പോൾ ഒരു ഇസ്ലാം മതത്തിലല്ല, കുറച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അവർ നേരിടുന്നുണ്ട്. ചിലരെ വീട്ടിൽ ഇറക്കി വിടുക, ആ മുസ്ലിം എന്നോട് വീട്ടിൽ ഇറക്കി വിടുക. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളോടുള്ള ദേഷ്യമല്ല, ഇസ്ലാം എന്ന ഐഡിയോളജിയിൽ ഈ വൈറസ് ഉണ്ട് എന്ന പൊതുബോധം കാരണമാണ്. ചില ആളുകൾക്ക് അടിക്കുന്നു, ചില ആളുകൾ പള്ളി പോകുമ്പോൾ അടിക്കുകയാണ്, നീ യു ആർ ഡിസ്ക്രേസ്. അതായത് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഇപ്പോൾ ബ്രിട്ടനിലെ ഒരു പഠനത്തെക്കുറിച്ചാണ്. അവിടെ ഇസ്ലാമിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത വിഭാഗത്തിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ, അപ്പോൾ നേരത്തെ പറഞ്ഞ കറുത്തവർഗ്ഗക്കാരുടെ വിഷയം അത് വേറെ വിഷയമാണ്. അപ്പോൾ അത് ഞാൻ അതിനകത്ത് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണല്ലോ, നമ്മൾ ഇതിനകത്ത് പറഞ്ഞാൽ മതി. കാരണം അതും ഇതും തമ്മിൽ അത്ര വലിയ ബന്ധമില്ല. അത് പുള്ളി ഒരു ഉദാഹരണം പറഞ്ഞാണ്, വാടക വീട് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അമേരിക്ക എന്നൊരു ഉദാഹരണം പറഞ്ഞായിരിക്കാം. പോട്ടെ, ഇവിടെ പറഞ്ഞത് ഈ ബ്രിട്ടനിൽ നടന്ന ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വേറെ മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ അവരുടെ കുടുംബക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആ സമൂഹത്തിലെ അവരുടെ മതത്തിൽപ്പെട്ടയോ അവരുടെ എത്തനിസിറ്റിയിൽപ്പെട്ടയോ ആളുകൾ അവരെ ഇറക്കി വിടുന്നു, അവരോട് വിവേചനം കാണിക്കുന്നു. കാരണം ഇദ്ദേഹം പറയുന്നത് അത് അവർ പോകുന്ന ഐഡിയോളജി, അത് ഇസ്ലാം എന്ന ഐഡിയോളജിയിലേക്ക് അവർ പോകുന്നത് കൊണ്ടാണ് അവരോട് വിവേചനം കാണിക്കുന്നത് എന്നാണ്. വീണ്ടും ഇതൊക്കെ ലളിതവൽക്കരിച്ച ഉദാഹരണമാണ്. കാരണം ഇങ്ങനെ ഐഡിയോളജി തെറ്റാണെന്നും ഇങ്ങനത്തെ ഐഡിയോളജികൾ പ്രശ്നമുണ്ടെന്നും ഇതൊക്കെ നമ്മൾ ഈ ഐഡിയോളജിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നും ഒക്കെ അറിയുന്ന ആളുകൾ അതിനൊക്കെയുള്ള അത്യാവശ്യം മുളയുള്ള ആളുകൾ അവരിങ്ങനെ ഒരു വിവേചനം കാണിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്, ഇസ്ലാമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. അപ്പോൾ അത്രയ്ക്ക് ഫിലോസഫിക്കലി ഇന്റലക്ച്വലി ചിന്തിക്കാൻ വരുന്ന ആളുകൾക്ക് അത് കഴിയുമോ എന്ന ഒരു കാര്യമാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതവൽക്കരിച്ച ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. എന്തായാലും ബാക്കി കേൾക്കാം. പേഴ്സണൽ ട്രേറ്റ്സ് ഒന്നും മാറിയിട്ടില്ല, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അയാൾ ഈ ഐഡിയോളജി പോയി, ആ ഐഡിയോളജി നമ്മുടെ കൾച്ചറുമായിട്ട് യോജിക്കുന്നില്ല, ഇത് പ്രശ്നകരമാണ് എന്ന സംഭവം കാരണമാണ് അവിടെ ഈ പ്രശ്നം നടക്കുന്നത്. അതിന് ഞാനൊരു ഉദാഹരണം, ഇപ്പോൾ കേരളത്തിലെ യുക്തിവാദികളുടെ ഒരു അവസ്ഥ ഞാൻ പറയാം. ഇത് ഒരു സംഘപരിവാർ ആ വ്യക്തി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ്. അയാളുടെ പേര് എൻ്റെ പേരുമായിട്ട് വളരെ സാമ്യമാണ് കേട്ടോ, ഞാൻ ക്ലൂ തരാം, പക്ഷേ പേര് കാണിച്ചിട്ടില്ല, ഒരു ക്ലൂ തരാം. പുള്ളി പറയുന്നത് ഇതാണ്, പുള്ളി അയർലൻഡിലൊരു അഭയാർത്ഥി ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് അവിടെ ഒരു പ്രശ്നം നടന്നപ്പം അയർലൻഡിൽ ഒരു കലാപം നടന്നു. അപ്പം അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണ്, അയർലാൻഡ് കത്തുകയാണ്, മാനവികത മൂത്ത് അഭയം കൊടുത്തൊരു അൾജീരിയക്കാരൻ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കുത്തിക്കീറിയത് കണ്ട് മാനവികവാദികൾ പോലും കിളി പോയി നിൽക്കുന്നു. കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായ 50,000-ഓളം പൗരന്മാർ കണ്ടത് മുഴുവൻ അഗ്നിക്കിരയാക്കി പ്രതിഷേധം നടത്തുന്നുണ്ട്. വൈകി വന്ന വിവേകം കൊണ്ട് എന്ത് ഫലം? പുള്ളി പറയുന്നത് മോശപ്പെട്ട കൾച്ചറുള്ള, മോശപ്പെട്ട വൈറസ് ബാധിച്ച ആൾ സമൂഹത്തിൽ വന്ന പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് ഇൻഡയറക്ട്ലി പറഞ്ഞത്. നല്ലൊരു ലാൻഡിലേക്ക് മോശം ആളുകൾ വന്ന് പ്രശ്നം ചെയ്യുന്നു. സംഘപരിവാർ നറേറ്റീവാണ്, സംഘപരിവാർ ഐഡിയോളജി പറയുന്ന ആളാണ് കിട്ടുക. ഞാനിനി സവർക്രൈറ്റ് നാസ്തികത പറയുന്ന, അല്ലെങ്കിൽ സവർക്രൈറ്റ് നാസ്തികതയായിട്ട് അനുഭവമുള്ള ഒരാൾ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, സംഘപരിവാർ ഐഡിയോളജി പറയുന്നത് ഒരാളാണ് ഇദ്ദേഹം. അങ്ങനെ പറയുമ്പോൾ ആ ഐഡിയോളജി പറഞ്ഞ ആൾക്ക് നേരെ വിവേചനം ഉണ്ടാവാൻ സാധ്യതയില്ലേ എന്നൊരു വളരെ അത്ര വലിയ സ്ട്രോങ് അല്ല, പക്ഷെ ഒരു ചോദ്യം അവിടെ ഉണ്ട്. നമ്മളങ്ങനെ സംഘപരിവാർ നാസ്തികൻ അല്ലെങ്കിൽ സംഘപരിവാറിനുമായി ബന്ധപ്പെട്ട ആളാണ് ഇയാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇദ്ദേഹം ഈ പറയുന്ന ഒരു
സ്റ്റീരിയോ ടൈപ്പും ഈ പറയുന്ന ഒരു വിവേചനവും അവിടെ നമ്മൾ ആ പ്രസ്താവന നടത്തുന്നതിലൂടെ ഉണ്ടാകുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇനി ബാക്കി കൂടി നമുക്ക് കേൾക്കാം. അടുത്തതാണ് വളരെ വിചിത്രമായ ചില വാദങ്ങൾ. ഉള്ള ഒരാളുടെ പോസ്റ്റ് ഞാൻ വായിക്കാം. അഭയാർത്ഥി എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ചു വരുന്നവരെ മുഴുവൻ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചപ്പോൾ യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ കരുത് അവർ തങ്ങളുടെ സംസ്കാരത്തിൽ ഇഴകിച്ചേരുമെന്നാണ്. സംഭവിച്ചത് മറിച്ചാണ്. തൊഴിൽ തേടി വന്നവരും അഭയാർത്ഥികളും കുടിയേറ്റക്കാരും എല്ലാം അവരുടേതായ ഒരു സംസ്കാരം വേറെ വളർത്താനാണ് ശ്രമിച്ചത്. ഞാൻ സ്കിപ്പ് ചെയ്യാണ് കുറച്ച് ടൈം അറിയാൻ വേണ്ടി. ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്: സ്വതന്ത്ര ചിന്തയും ശാസ്ത്രീയ മനോവൃത്തിയും വളർന്നതോടെ കൾച്ചറൽ മതം നശിക്കുകയും ജനങ്ങളുടെ തുറന്ന ചിന്താഗതി വളരുകയും ചെയ്തതോടെ വിരുന്നുകാർ വീട്ടുകാരെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയായി. ബ്രിട്ടനിലൊക്കെ മുക്കാലും വിരുന്നുകാർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു. ഇത് അന്നുള്ള നാസി റെജീമിന്റെ സെയിം ലാംഗ്വേജ് ആണ്. അതായത് നല്ല കൾച്ചർ ഉള്ള ഒരു സ്ഥലത്തേക്ക് മോശം കൾച്ചറുള്ള ആളുകൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നാണ് സോക്രൈറ്റ് നാസ്തികത പറയുന്നത്. സോക്രൈറ്റ് നാസ്തികമായിട്ട് അനുഭവങ്ങൾ നിങ്ങളോട് നിൽക്കുന്ന സോക്രൈറ്റ് നാസ്തിക എന്ന ഗ്രൂപ്പിൽ നിൽക്കുന്ന മിക്ക ആളുകളും ചോദിച്ചാൽ അവർ ശരിയാണ്, ഈ വൈറസ് ബാധിച്ച ആളുകൾ വന്നു എന്നാണ്. സെയിം ആ ഡോക്കിൻസിന്റെ സെയിം ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ ഇയാൾ എടുത്ത ഉദാഹരണം അത് സവർക്രേറ്റ് നാസ്തികതയല്ല, അത് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു എന്നാണ്. ഓക്കെ, അതിൽ നമുക്ക് പറയാം അയാൾക്ക് വ്യക്തിപരമായിട്ട് അയാളുടെ ബോധ്യപ്രകാരം അയാൾക്ക് മുസ്ലിം വിരോധം ഉണ്ടാവാം. അതുകൊണ്ടാണ് അയാൾ ഈ വിദേശത്ത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ വിമർശിക്കുന്നത് എന്ന് പറയും. അപ്പം അതിനകത്തൊരു ബയസിൻ്റെ ഫാക്ടർ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഇത് പറയുന്ന ഒരു യുക്തിവാദി, അതായത് അവരുടെ ഐഡിയോളജി, മുസ്ലിങ്ങളുടെ ഐഡിയോളജി കാരണമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെടുത്ത് മുസ്ലിങ്ങൾ വിദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്, അതും ഇതേ കാറ്റഗറി തന്നെയാണ് അദ്ദേഹം പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മുസ്ലിങ്ങൾ ജാതിയെക്കുറിച്ച് പറയാറുണ്ട്. മുസ്ലിങ്ങൾ ജാതി മത വ്യവഹാരങ്ങളെക്കുറിച്ചൊക്കെ പറയണം. അപ്പം ജാതി പ്രശ്നമാണെന്നും അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയണ്ട. അതെന്തിനാണ് മുസ്ലിങ്ങൾ പറയുന്നത്? മുസ്ലിങ്ങൾക്ക് ഹിന്ദു മതത്തിൽ നിന്ന് ആളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണത്. പക്ഷെ പറഞ്ഞത് ശരിയാണ്, ആ പറഞ്ഞതിൽ മെറിറ്റുണ്ട്, ജാതി ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇതേ കാറ്റഗറിയിൽ ഞാനൊരു നാസ്തികൻ ജാതിയെക്കുറിച്ച് പറയുന്നത് പെടുത്തിയെന്ന് വിചാരിക്കും. പക്ഷെ പ്രതീക്ഷ ഇപ്പോൾ ജാതിയെക്കുറിച്ച് പറയുന്നതും മുസ്ലിം ജാതിയെക്കുറിച്ച് പറയുന്നതും അടിസ്ഥാനപരമായ ഒരേ പ്രസ്താവനകളും ഒരേ കാര്യങ്ങളും മെറിറ്റുള്ള കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ജാതിയെക്കുറിച്ച് പറഞ്ഞത് ആ ഒരു വാക്യം അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ കാര്യം തെറ്റാണെന്നാണോ? അല്ല, രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ടർ അത് പറയുന്നതിന് അവർക്ക് മതപരമായ ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിലേക്ക് ആളുകളെ കയറ്റാൻ വേണ്ടി, ഹിന്ദു മതത്തിൽ നിന്ന് ആളുകളെ പിടിക്കാൻ വേണ്ടി ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നതാണ് ജാതി വിമർശനം മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന്. എന്നാൽ ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ അത് ചെയ്യുന്നത് പൊതുവിൽ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മതത്തിലേക്ക് ആളെ പിടിക്കാനുള്ള ഒരു വഴിയായിട്ടല്ല അവർ കാണുന്നത്. എന്നാൽ പറഞ്ഞത് രണ്ടും ജാതി വിമർശനമാണ്, അതിൽ മെറിറ്റ് ഉണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരേപോലെയാണെങ്കിലും ആ പറഞ്ഞതിൻ്റെ മെറിറ്റിൽ ആ പറഞ്ഞ വാക്യങ്ങളും പ്രസ്താവനകളൊക്കെ ശരിയാണ്. കാരണം ജാതീയത തെറ്റാണ്, ജാതി വ്യവസ്ഥയും തെറ്റാണ്. എന്നാൽ ഇത് രണ്ടു കൂട്ടരും പറയുന്നത് രണ്ട് ഉദ്ദേശത്തിലാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ യുക്തി പ്രകാരം ഇത് നമ്മൾ പെടുത്തേണ്ടത് ഒരേ കാറ്റഗറിയിലാണ്. അതെന്താണ്? ജാതി വ്യവസ്ഥ എന്നുള്ളത് ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്, അത് റേസിസമാണ്. അതിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ ജാതി വ്യവസ്ഥ കൊണ്ട് നടക്കുന്ന ആളുകളെ നമ്മൾ വംശീയമായിട്ട് വിവേചനത്തിന് ഇട്ടുകൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇദ്ദേഹത്തിൻ്റെ യുക്തിയുടെ ഭാഗമായിട്ട് വന്ന മറ്റൊരു കാര്യത്തിൽ ഈ അതേ ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ഇതിനിപ്പോൾ രണ്ട് ഉദാഹരണം കാണിച്ചു. ഒന്ന് സംഘപരിവാറുകാരൻ മുസ്ലിം കുടിയേറ്റക്കാരിൽ നിന്നുണ്ടാകുന്ന ഇപ്പോൾ അയർലൻഡിൽ ഏതൊരു പ്രശ്നമാണ് ഇവിടെ പറയുന്നത്, അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു. അടുത്തത് സവർക്രേറ്റ് നാസ്തികൻ, അതിപ്പോൾ രവിചന്ദ്രൻ സിയോ അല്ലെങ്കിൽ വേറെ മുസ്ലിങ്ങളെ പ്രശ്നങ്ങൾ സമൂഹത്തിന് പറയുന്ന ഇസ്ലാമിൻ്റെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷ ഉൾപ്പെടുന്ന ചില ആളുകൾക്ക് അത് സ്വീകാര്യമായി തോന്നാത്ത വിധത്തിൽ വിമർശിക്കുന്ന ആളുകളെയാണ് ഇവർ സവർക്രേറ്റ് നാസ്തികൻ എന്ന് വിളിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോസ്റ്റ്. ഇനി ബാക്കി സംഭവം പല രീതിയിൽ പറയുന്നേ ഉള്ളൂ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രസന്റേഷൻ ചെയ്യാൻ ബാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സവർക്രേറ്റ് നാസ്തികത മോശമാണ് കേട്ടോ, ഞങ്ങൾ മാനവിക പക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഗ്രൂപ്പുണ്ട്. അവരിലെ പ്രമുഖരിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും കമന്റുകളാണ് അതിലും രസം. ഇത് മാനവിക യുക്തിവാദം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ ഒരു പോസ്റ്റാണ്. അവർ പറഞ്ഞതാണ് അയർലൻഡ് നൽകും. ഓക്കെ, അപ്പോൾ ഇത് മാനവിക യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിയാഖത്ത് അലി, ജബ്ബാർ മാഷ് ആ ഗ്രൂപ്പിലൊക്കെ പെടുന്ന ആളുകളാണ്. മുസ്ലിം ഇസ്ലാം രണ്ടാണ്,
ആരിഫിനെ പോലെ ആളുകൾ അസഭ്യം പറയുന്നു, വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അത് ശരിയല്ല. അത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കലാണ്. അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഫണ്ട് മേടിച്ചിട്ടൊക്കെയാണ് ഇവരിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഓഫർ, പലതരം പിന്തുണ ഇനിയിപ്പോൾ അതായിരിക്കും പ്രശ്നം. ഓക്കെ, പിന്തുണ നേടിയിട്ടാണ്, അല്ലെങ്കിൽ അവരോട് ചാഞ്ഞു നിന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണ് എന്ന് ആരോപിക്കുന്ന ടീമുകളില്ലേ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ലിയാഖത്ത് അലി, ഇയാസ് ജബ്ബാർ, കുറെ എക്സ് മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഉദ്ദേശിച്ചാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ആദ്യം സംഘപരിവാർ, പിന്നെ സവർക്കറേറ്റ് നാസ്തികത. അപ്പോൾ സംഘപരിവാറിന് ഒരു ഉദാഹരണം കെ സുരേന്ദ്രൻ, സവർക്കറേറ്റ് നാസ്തികത രവിചന്ദ്രൻ സി. അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ ഇ എ ജബ്ബാറും ലിയാഖത്ത് അലിയും പെടും. അപ്പോൾ അവരെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നൽകുന്ന പാഠം അതുകൊണ്ടാണ് സ്വന്തമായ ഒരു ചരിത്രവും സംസ്കാരവും ഉള്ളവർ എന്ന് വെച്ചാൽ അയർലൻഡുകാർക്ക് ഭയങ്കര നല്ല സംസ്കാരവും ചരിത്രമുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടും മാന്യമായും പെരുമാറിയിരുന്ന ശാന്തമായ ഒരു ജനവിഭാഗം അതായിരുന്നു അയർലൻഡുകാർ. സുപ്പീരിയർ കൾച്ചർ ആയിരുന്നു അയർലൻഡുകാരുടെ. അതുകൊണ്ട് തന്നെ അവർ ജോലിക്കും മറ്റുമായി മാന്യമായി അവിടേക്ക് വന്നവർ മുതൽ സ്വന്തം രാജ്യം നശിപ്പിച്ച് നാറാണക്കല്ലായിട്ട് അനധികൃതമായി അഭയാർത്ഥികളായി എത്തിയവർ വരെയുള്ളവർ എല്ലാവരെയും അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. വൃത്തികെട്ട മനുഷ്യരെടുത്തു. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഗവൺമെന്റ് തലത്തിൽ തന്നെ ഏറ്റവും അധികം സംരക്ഷണം കൊടുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അയർലൻഡ് തന്നെയായിരുന്നു. അതിഥിയും അഭയാർത്ഥിയുമായി വന്നവരുടെ കൊള്ളരായ്മകൾ സഹിച്ച് അളമുട്ടിയപ്പോൾ അവസാനം അവരൊരു വിഭാഗം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കാം. എന്തായി പറഞ്ഞു വരുന്നു? ഇത് സെയിം നറേറ്റാണ്. ഇവിടെ വൃത്തികെട്ട മനുഷ്യർ വന്നു എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ മാനവിക പക്ഷം യുക്തിവാദം എന്ന് പറയുന്ന ആളുകളും പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാവരും സമൂഹത്തെ കാണുന്നത് ഈ ഡോക്കിൻസ് കൊണ്ടുവന്ന ഈ ഒരു വീക്ഷണത്തിലൂടെയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മാനവികത കൂടുന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക അഭയാർത്ഥികളും ജിഹാദികളും ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ നിങ്ങൾ പറയും ഇതെന്താ ഇവിടെ? ദിസ് ഇസ് റേസിസം. നമ്മൾ ഈ മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്? 916 റേസിസം, 916 നാസിസം. പിന്നെ നമ്മൾ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്, സംഘികൾ എങ്ങനെയാണ് ജയിക്കുന്നത്, സംഘപരിവാർ ആളുകൾ എങ്ങനെ ജയിക്കുന്നു. ഈ മാനവികത എന്ന് പറയുന്ന ആളുകളും സംഘപരിവാറിന്റെ നറേറ്റീവ് ആണ്. ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറിന്റെ കൂടെ നിന്ന് നമുക്ക് സംഘപരിവാറിന്റെ ഐഡിയോളജി പറയണോ, അതോ സംഘപരിവാർ മോശമാണ് എന്ന് പറഞ്ഞിട്ട് സംഘപരിവാറിന്റെ ഐഡിയോളജി പറയുന്നത് തർക്കേ ഉള്ളൂ. ഇവിടെ ഈ മാനവിക പക്ഷം യുക്തിവാദവും സവർക്കറേറ്റ് നാസ്തികതയും ഇങ്ങനെയൊക്കെ പറയുന്ന പല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ തമ്മിലുള്ള തർക്കം ഇത്രയേ ഉള്ളൂ. സംഘികളുടെ കൈ തോളിട്ടിട്ട് നമുക്ക് പറയണോ, അതോ സംഘി മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതേ കാര്യങ്ങൾ പറയണം. ആ തർക്കമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രസന്റേഷൻ കൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഡോക്കിൻസിന്റെ ബാധയിൽ നിന്ന് യുക്തിവാദ മൂവ്മെന്റുകൾ പോകുന്നില്ലെങ്കിൽ ഇവിടെ ഫാഷിസം വരുന്നതിൽ വലിയ കാര്യമില്ല. കാരണം യുക്തിവാദികൾ പോലും ഫാഷിസ്റ്റ് നറേറ്റീവ്സ് ആണ് പറയുന്നത്. പിന്നെ സമൂഹത്തിൽ എന്താ ഉള്ളത്? ഫാഷിസ്റ്റ് നറേറ്റീവ്സ് യുക്തിവാദികൾ പോലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇവിടെ ഫാഷിസം വരുന്നു, BJP മോശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഇത്രേ കാണിക്കാനുള്ളൂ. നിങ്ങൾക്ക് ആ വീഡിയോ മൊത്തം കാണാം. അതിനകത്ത് വളരെ രസകരമായി തോന്നുന്ന പല ഉദാഹരണങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ആകത്തുക എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ വീഡിയോ മൊത്തം കണ്ടാലേ നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അത് മൊത്തം പ്ലേ ചെയ്യാനുള്ള സമയക്കുറവ് മൂലം അത് ചെയ്യുന്നില്ല. പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ജിസ്റ്റ്, ഒരു ചുരുക്കം ഞാനിങ്ങനെ പറയാം. നമ്മൾ ഈ വിമർശിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ കാരണമാകും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ പറഞ്ഞാൽ റേസിസമായി മാറും. ശരിക്ക് ഇദ്ദേഹം അതിന് കൂടെ പറഞ്ഞത് അങ്ങനെ ചില കൾച്ചർ മോശവും ചില കൾച്ചർ നല്ലതും ഇല്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് നൽകുന്നത്. പക്ഷെ നമ്മൾ പറയുന്നു ചില കൾച്ചറിൽ പ്രശ്നങ്ങളുണ്ട് മറ്റേ കൾച്ചറുകളെ അപേക്ഷിച്ച്. അത് ഇദ്ദേഹം വംശീയതയായിട്ടാണ് പറയുന്നത്. നമ്മൾ ആ കൾച്ചർ എന്ന് പോലും നമ്മൾ പറയാറില്ല. പൊതുവിൽ നമ്മൾ ഇസ്ലാം മതം എന്നാണ് പറയാറ്. ഇദ്ദേഹം പറയുന്നത് അത് ഒരു ഓക്കെ, മതവും കൾച്ചറും തമ്മിലുള്ള ആ ഒരു രേഖയൊക്കെ ചില സമയത്ത് ബ്ലർ ആവാറുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ അത് വംശീയതയാണ്, നമ്മൾ അങ്ങനെ പറയരുത്. അത് യുക്തിവാദത്തിന് നിരക്കാത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്കിൻസ് പറയുന്ന പോലത്തെ വംശീയത പറയാം. പക്ഷെ അതേപോലെ മറുവശത്ത് സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് ഈ ഡോക്കിൻസ് പറയുന്ന പോലത്തെ വംശീയത പറയാം. രണ്ടും സംഘപരിവാർ പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങളും പറയുന്നത്. ഇതിപ്പോൾ നമ്മളോടല്ല പറയുന്നത്. നമ്മളോട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരിഫിനെ കുറിച്ചും രവിചന്ദ്രൻ സിയെ കുറിച്ചും സംഘപരിവാറിനെ കുറിച്ചും ഒരേ അഭിപ്രായമാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഈ സോക്കോൾഡ് ലിയാഖത്ത് അലിയും അല്ലെങ്കിൽ ഇയാസ് ജബ്ബാറും പോലുള്ള യുക്തിവാദികളും ചെയ്യുന്നത് ഇദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ആശയപ്രകാരമാണ്. അവർ നമ്മൾ ആരോപിക്കാറുണ്ട്, നമ്മൾ അസഭ്യം പറയാറുണ്ട്, നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വരുന്നതുകൊണ്ട് അവരെ ആയിരിക്കും ഉദ്ദേശിച്ചെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ പറയുന്നത്, അതായത് ഇസ്ലാമിനെയും മുസ്ലിമിനെയും വെവ്വേറെയായി കാണണം, മുസ്ലിങ്ങളെ നമ്മൾ നോവിക്കുന്ന രീതിയിലൊന്നും പറയരുത് എന്ന് പറയുന്ന ലിയാഖത്ത് അലിയെ പോലെയും ഇ എ ജബ്ബാറിനെ പോലെയുള്ള വിമർശകരും സംഘപരിവാറിന് എതിരാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവരും ചെയ്യുന്നത് സംഘപരിവാർ ചെയ്യുന്ന അതേ പരിപാടിയാണ്, അല്ലെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ചെയ്യുന്ന അതേ പരിപാടിയാണെന്നാണ് ഇദ്ദേഹം
ഇവിടെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗത്തുള്ള ഇതിൻ്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ മതവിമർശനം, ഇപ്പോൾ ഖുറാനിൽ ഇങ്ങനെ ചില വചനങ്ങളൊക്കെ ഉണ്ട്, ആ വചനങ്ങൾ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ വിശ്വാസികളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ നമ്മൾ ഓഡിയൻസിനോട് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഇവിടെ മാറ്റങ്ങൾ വരണം. എന്ത് സംഭവിക്കണം? സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മാറ്റങ്ങൾ വരണം. എന്നാൽ മാത്രമേ ഇവിടെ ശരിക്കും മാറ്റങ്ങൾ വരുന്നുള്ളൂ. നമ്മളിങ്ങനെ കുറേ മതത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾക്ക് പോയി കേൾക്കാം. ഇതിൻ്റെ കൂടെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ കൾച്ചർ പോട്ടെ, മതം. കാരണം മതവും കൾച്ചറും തമ്മിലുള്ള ആ ഒരു രേഖ ചില ഘട്ടങ്ങളിൽ മങ്ങും. ഇപ്പോൾ ഇന്ത്യയിലെ കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ കൾച്ചറിൽ ഹിന്ദു മതത്തിൻ്റെ സ്വാധീനം വ്യക്തമായിട്ടുണ്ട് പല മേഖലകളിൽ. അപ്പോൾ ഹിന്ദു മതത്തെ വെവ്വേറെ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദു മതം വേറെയും ഇന്ത്യൻ കൾച്ചർ വേറെ എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ഈ കൾച്ചറും മതവും തമ്മിൽ അങ്ങനെ തന്നെയാണ്, ഒരുമിച്ചാണ് വളരുന്നത്. അപ്പോൾ ഇസ്ലാം പ്രധാന മതമായിട്ടുള്ള രാജ്യങ്ങളിൽ അറിയാലോ, മിഡിൽ ഈസ്റ്റിൽ, അവിടെ നിന്ന് വരുന്ന അഭയാർത്ഥികളെ കുറിച്ചുള്ള കാര്യമാണ് ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കൾച്ചറും ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കൾച്ചറിനെ കുറ്റം പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും ചെയ്യുന്ന എന്താണ്? ഈ ഒരു കൾച്ചറിനെ മറ്റൊരു കൾച്ചറിൻ്റെ മുകളിൽ അവർക്ക് ആധിപത്യമുണ്ടെന്ന് നമ്മൾ പറയുന്നു. അത് വംശീയതയാണ്. അത് തന്നെയാണ് നാസികൾ വേറെ ഭാഷ ഉപയോഗിച്ചിട്ടാണെങ്കിലും ജൂതന്മാരെ കുറിച്ച് പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ കുടിയേറ്റക്കാരെ കുറിച്ച് മാത്രമല്ല നമുക്ക് ഈ അഭിപ്രായമുള്ളത്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ കേരളം ഒരു ഉദാഹരണത്തിന്, കേരളത്തിലെ ഇസ്ലാമിൻ്റെ വക്താക്കളെ നമ്മൾ വിമർശിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ നമ്മൾ ആ കൾച്ചറിൻ്റെ ഭാഗമല്ലേ? ശരി, കൾച്ചർ എന്ന് നോക്കുകയാണെങ്കിൽ ആ കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മുടെ മതത്തെ വിമർശിക്കുമ്പോൾ ഈ പറഞ്ഞ ഉദാഹരണം ശരിയാവില്ലല്ലോ. കാരണം അവിടെ നമ്മൾ വേറൊരു ജനതയല്ല, നമ്മുടെ ഇടയിൽ തന്നെയുള്ള മറ്റു മനുഷ്യരാണ്. പക്ഷെ അപ്പോഴും ആ വിമർശനവും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അതൊരു വിവേചനമായി അനുഭവപ്പെട്ടാൽ നമ്മൾ പറഞ്ഞത് വംശീയതയാകും എന്നാണ് ഇദ്ദേഹം ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. എനിക്ക് ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളത്, കൾച്ചറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പല കൾച്ചറുകളും മറ്റ് കൾച്ചറുകളേക്കാൾ മെച്ചമുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇത് പറയുന്ന ഈ പ്രതീക്ഷ ഉണ്ടല്ലോ, ഈ പ്രതീക്ഷ റിയാക്ട് ചെയ്ത ചില നമ്മുടെ UA ടീമിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ട്. അതിനകത്ത് ഇദ്ദേഹം, ഞാനൊക്കെ ഈ പറയുന്ന പോലെ, ഒരു ഐഡിയോളജിയിലുള്ള പ്രശ്നം അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് ആ ഐഡിയോളജിയുടെ പ്രശ്നമില്ലാത്ത ആളുകളും അല്ലെങ്കിൽ ആ ഐഡിയോളജിയുടെ പ്രശ്നം ഇല്ലാത്ത സ്ഥലങ്ങളുമായിട്ടാണ്. അതേതാണ് ആ വീഡിയോ എന്ന് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കൊണ്ട് തന്നെ വെട്ടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എടുക്കാം, ഒരു മിനിറ്റ്. അപ്പോൾ അതിനിടയിൽ സൽമാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ഈ വീഡിയോ കുറിച്ചിട്ട്. പോക്കിരി കംപ്ലീറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ മൊത്തത്തിൽ ജസ്റ്റ് വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ ഓക്കെ, ഞാൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്നില്ല. കാരണം നമ്മൾ വിമർശനം നടത്തുന്ന സമയത്ത് അത് പല രീതിയിൽ അഫക്റ്റ് ചെയ്യും ആളുകളെ. അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ വിമർശനം ഒരേപോലെ എടുക്കും. അപ്പോൾ മതവിശ്വാസി, ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി ഇവിടെ വന്ന് ഈ വീഡിയോ കേൾക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ അവൻ ക്രിസ്തു മതത്തിലെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഇതെടുത്ത് അപ്ലൈ ചെയ്യാനൊന്നും പോകുന്നില്ല. ഈ ശാസ്ത്രബോധമൊന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. അവൻ ചിന്തിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ കുറ്റം പറയുന്ന ചാനലാണ്. അവൻ അങ്ങനെ കരുതും, അവൻ്റെ ഒരു ലോകവീക്ഷണം ഉണ്ടാക്കും. അപ്പോൾ അവൻ നാളെ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിവേചനം നടത്തി കഴിഞ്ഞാൽ അത് ഞാൻ ഈ ഇസ്ലാമിക വിമർശനം പറഞ്ഞതിൻ്റെ കൂടി ഭാഗമായിട്ട് എൻ്റെ ഒരു കുറ്റമായിട്ടാണ് പ്രതീഷ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ പ്രതീഷ് നമ്മുടെ ഈ ഹിലാൽ CP, നമ്മുടെ ബാസിലിൻ്റെ അനിയൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഒറ്റ മിനിറ്റ്. അപ്പോൾ പ്രതീഷ് ഇവിടെ വിമർശിക്കുന്ന സമയത്ത് ഇത് റേസിസം അല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും പ്രതീഷിൻ്റെ ആ വിമർശനം നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗം പറയാം. ഫേമസ് ആണ്. അതായത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, അതായത് ക്യൂർ മനുഷ്യർ, ഈ മനുഷ്യരുടെ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുകയും അവരെ മോക്ക് ചെയ്യുകയും അവരെ മാർജിനലൈസ് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൊസൈറ്റിയിൽ വളരെ പ്രബലമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം വെച്ചാൽ റീസെൻ്റ്ലി ഒരു മാത്സ് ടീച്ചർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു
സ്റ്റുഡൻറ്റ് ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ സ്റ്റുഡൻറ്റ് ചോദിച്ചത് ഈ LGBTQ കമ്മ്യൂണിറ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്ന ഒരു ചോദ്യമാണ് ആ സ്റ്റുഡൻറ്റ് ചോദിച്ചത്. അതിൻ്റെ സ്റ്റുഡൻറ്റ് വളരെ ഡിങ്ങിങ് രീതിയിലാണ് ചോദിച്ചത്, വളരെ മോക്ക് ചെയ്യുന്ന രീതിയിലാണ് ചോദിച്ചത്. അതിനൊരു ബിഫിറ്റിംഗ് റിപ്ലൈ ആ ഒരു ടീച്ചർ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട് കുരുപൊട്ടിയ നമ്മുടെ സ്ഥിരം എന്താ പറയുക, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ചാടി വീഴുന്ന അൺമാസ്കിങ് അനോമലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ നമ്മൾ കാണുന്നത് ഇത്തരം വിഷയങ്ങളായിരിക്കും. ഇപ്പോൾ സൊസൈറ്റിയിൽ അവരുടെ ബുക്കിലുള്ള മൊറാലിറ്റി പറയുമ്പോൾ ഒരു റേസ്ഡ് ഐബ്രോസ് വരുമ്പോൾ അവർ അതിനെ തരണം ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, ബുക്കിലുള്ള മൊറാലിറ്റി പറയുമ്പോൾ നമ്മളും ബുക്കിലുള്ള മൊറാലിറ്റിയെ കുറിച്ചാണ് വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വിവേചനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെ കേൾക്കുന്ന ഓഡിയൻസിൽ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ഇത് പടർന്ന് സോഷ്യൽ മീഡിയ നമ്മളിവിടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നേരിട്ട് കേൾക്കുന്നവർ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് അറിയുന്നവർ ഒരുപാട് കൂടുതൽ ആളുകൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാം, അവർക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ ഈ നമ്മളെ കേൾക്കുന്ന ആളുകൾ അത് ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ല അതങ്ങനെ അവരിങ്ങനെ പ്രസരിപ്പിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ പ്രതീഷ് ഞാൻ പ്രതീഷിൻ്റെ വാദങ്ങളെ പ്രതീഷ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ഖണ്ഡിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ പ്രതീഷ് ഇവിടെ പറഞ്ഞ ഈ കുരുപൊട്ടുന്ന വിശ്വാസികളും അല്ലെങ്കിൽ കുരുപൊട്ടുന്ന ഗ്രൂപ്പുകളും ഒപ്പം ഈ ബുക്കിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഇതൊക്കെ പറയുന്ന സമയത്ത് അത് ഉദ്ദേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ കൊണ്ട് ലക്ഷ്യം വെക്കുന്ന മനുഷ്യർ, മുസ്ലിങ്ങൾ, അവർക്ക് നേരെ ഒരു ബയസ് പ്രതീഷിൻ്റെ ഓഡിയൻസിൽ ഉണ്ടാവാൻ സാധ്യതയില്ലേ? അതൊരു റേസിസമായിട്ട് നമുക്ക് വേണേൽ വ്യാഖ്യാനിച്ചൂടെ? ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം മതവിമർശനം, ആ വിമർശനം നമ്മൾ പറയുന്ന സമയത്ത് അത് ആരെക്കുറിച്ചാണോ പറയുന്നത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വെച്ച് അതിനെ റേസിസം എന്ന് വ്യാഖ്യാനിക്കുന്ന യുക്തിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പ്രതീഷ് ഇവിടെ പറഞ്ഞ കാര്യം ഒരു ഐഡിയോളജിയുടെ വിമർശനമാണ്, പക്ഷെ അത് പ്രതീഷിൻ്റെ ഭാഷയിൽ റേസിസം ആവില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം നമ്മൾ വിമർശിക്കുമ്പോൾ അത് റേസിസം ആവുമെങ്കിൽ പ്രതീഷ് വിമർശിക്കുമ്പോഴും ഈ ട്രാൻസ്ഫോബിയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജിയെ ആളുകൾ ഒരു പ്രത്യേക കണ്ണോടെ നോക്കി കാണുകയും അതുമൂലം അവർക്ക് വിവേചനം വരികയും അതിനുള്ളൊരു വലിയ സാധ്യത അവിടെ തുറന്നു കൊടുക്കുകയല്ലേ പ്രതീക്ഷ വിമർശനത്തിലൂടെ ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, തരണം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂർ മനുഷ്യരുടെ എക്സ്പീരിയൻസുകളെ നിരാകരിക്കുക, അവരെ അടിക്കാൻ വേണ്ടി നിൽക്കാം. അപ്പം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകും. കാരണം ഈ എല്ലാവരും ഞങ്ങളെ അടിക്കാൻ വരുമ്പോൾ വന്നാൽ ഞങ്ങളും നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവരെ അടിക്കാം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ കാര്യത്തിനെതിരെ ഭയങ്കര മാസമായിട്ട് ഈ ഒരു വ്യക്തി, അൺമാസ്കിംഗ് എത്തിച്ച വ്യക്തി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് മറുപടി നോക്കാം, ഭയങ്കര കോമഡിക് ആയിട്ടുള്ള മറുപടികളൊക്കെയാണ് അതിൽ പറയുന്നത്. നമുക്ക് കേട്ട് നോക്കാം. പിന്നെ ഈ പ്രതീക്ഷ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ വാക്കാണുള്ള പ്രശ്നം. വാക്കങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്, അതായത് കൾച്ചർ എന്നുള്ളത് മാറ്റി അത് ജനിതകം അല്ലെങ്കിൽ വംശം എന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒരേ തട്ടിലാണ് പ്രതീക്ഷപ്പെടുത്തുന്നത്. ഓക്കെ, ഇവിടെ പ്രതീക്ഷ ഇപ്പം എന്താ പറഞ്ഞത്? വിശ്വാസം സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ഇതിനെ കോമഡി ആയിട്ട് പ്രതീക്ഷ ഗണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് സ്ട്രോമാൻ ആണ്, അല്ലെങ്കിൽ ഓക്കെ പ്രതീക്ഷ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൽ നമുക്ക് എടുക്കാം. പക്ഷെ പ്രതീക്ഷ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് ആ വിശ്വാസിയുടെ ഇംപ്രഷൻ അല്ലെങ്കിൽ ആ വിശ്വാസിയെക്കുറിച്ചുള്ള ഒരു ഇമേജ് പുറത്ത് എങ്ങനെയായിരിക്കും മറ്റു ആളുകൾ ഗണിക്കുന്നത്? ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ തന്നെ ഈ വിഷയത്തിൽ ഈ വീഡിയോ കാണുന്ന ഒരാൾ ഇതൊക്കെ കോമഡിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശരിക്ക് നേരത്തെ പറഞ്ഞ അതേ ആ റേസിസ്റ്റ് മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെ പറയുന്നത് എന്ന് പ്രതീഷിൻ്റെ ലോജിക്കിൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ഇങ്ങനത്തെ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലുള്ള, ഇപ്പോൾ ഇതിനകത്ത് ഹിലാൽ CP എന്നുള്ള ഒരു മുസ്ലിം വിശ്വാസിയാണ് അപ്പുറത്തുള്ളത്. ഇതേ ഒരു വംശീയ വിദ്വേഷപരമായിട്ടുള്ള ഒരു വിവേചനം നിങ്ങൾ ഈ ഇങ്ങനത്തെ കോമഡി എന്നും ഇതൊക്കെ ബാലിശം എന്നൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് ഈ ഹിലാൽ CP പോലുള്ള ആളുകളെ കണ്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ ആളുകൾ അങ്ങനെ ഒരു കണ്ണ് വെക്കാൻ സാധ്യതയില്ലേ? അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു കണ്ണിലൂടെ മുസ്ലിങ്ങളെ നോക്കാൻ ഈ പ്രതീഷിൻ്റെ ഈ കമൻട്രി കാരണമാകില്ലേ എന്ന് പ്രതീക്ഷ പറയണം. ഓക്കെ, പാടില്ല പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ലീഗലി ഇന്ത്യയിൽ ഓക്കെയാണ്, ഭരണപരമായി ഓക്കെയാണ്. സാർ പറയുന്നത് സാറേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല എന്ന് പറയാറില്ല, മദ്യപിക്കാം നിങ്ങൾ ഭരണപരമായി ലീഗലി മോറലി ഓക്കെയാണ് തിയറി വെച്ചിട്ടാണ് മോറലി ഒക്കെ ആവാതെ. ലൈക്ക് കേട്ടോളാം. ഇപ്പം ഇത് എത്തിക്സിനെ കുറിച്ച് പഠിച്ച് വിവരമുള്ള ആളുകളൊന്നും ഇത് ഇമ്മോറലാണെന്ന് പറഞ്ഞു. പക്ഷെ മദ്യപാനം ഇമ്മോറലാണ് എന്ന് പറയാൻ യാതൊരു റീസണും. സ്കിപ്പ് ചെയ്യുന്നത് മദ്യപാനം ലീഗലി ഓക്കെയാണ്, മോറലിയും പ്രശ്നമൊന്നുമില്ല. രണ്ടുപേര് തമ്മിൽ കൺസെന്റോടുകൂടി സെക്സ് ചെയ്യുന്നു. ലോങ് ആസ് ദി അഫക്റ്റഡ് പാർട്ടീസ് ഹാവ് ദി കൺസെന്റ്. പോരാ നിങ്ങളുടെ തിയറി ഇമ്മോറലാണെന്ന് പറയാനുള്ളത്. ഇപ്പം 6-ാം നൂറ്റാണ്ടിലെ ബുക്കാണെങ്കിൽ കൈവച്ചാൽ മതി. തിയറി പ്രൊസീസിലാണ് അത് ഇമ്മോറലാണെന്ന് പറയണല്ലോ, വെറുതെ പറഞ്ഞാൽ പോരാ. നിങ്ങളുടെ തിയറി എന്താണ് ഇത് ഇമ്മോറലാണെന്ന് പറയാനുള്ളത്? ഇപ്പം 6-ാം നൂറ്റാണ്ടിലെ ബുക്കാണെങ്കിൽ കൈവച്ചാൽ മതി. അതെ, അപ്പോൾ 6-ാം നൂറ്റാണ്ടിലെ ബുക്കാണെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയുന്ന ഈ പ്രതീഷിൻ്റെ കമൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവിടെ ഒരു അഭിപ്രായം പറയുമ്പോൾ
6-ാം നൂറ്റാണ്ടിലെ ബുക്ക് ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടല്ലോ. പ്രതീക്ഷ പറഞ്ഞ ഈ മുസ്ലിങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ആ ബുക്ക് ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് അവരെക്കുറിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാകാനും അവരെക്കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ സമൂഹത്തിൽ മോശം ആകാനും സാധ്യതയില്ല. കാരണം ഇത് 6-ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള പോസിറ്റീവായ അഭിപ്രായമൊന്നുമല്ല പ്രതീക്ഷ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു 6-ാം നൂറ്റാണ്ടിലെ ബുക്കാണോ നിങ്ങളുടെ ആധാരമെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതൊരു യുക്തിവാദിയുടെ ധാർഷ്ട്യമായിട്ടാണ് മുസ്ലിം വിശ്വാസികൾ കരുതുക. മറുവശത്ത് മറ്റ് ഈ മതത്തിൽ പെടാത്ത വിശ്വാസികൾ കരുതുന്നത് അവരപ്പം തന്നെ മുസ്ലിമിനെ കുറിച്ചൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാക്കും. നിങ്ങളുടെ ലോജിക്ക് വെച്ച് അത് സംഭവിക്കും. അതും ഒരു റേസിസം അല്ലെങ്കിൽ ഒരു വംശീയവാദം അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ വിമർശിക്കുന്നത്, നമ്മൾ സംഘപരിവാറിനെ അനുകൂലിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ വിമർശിക്കുന്നതൊക്കെ റേസിസമായി മാറുന്നു എന്ന് പറയുന്ന ആൾ വിമർശിക്കുന്ന സമയത്ത് അതും റേസിസം ആകില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പ്രതീഷിൻ്റെ ലോജിക്ക്, പ്രതീഷ് നടത്തിയ മതവിമർശനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളെ പ്രതീക്ഷ എതിർത്തപ്പോൾ നടത്തിയ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലോജിക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷും ഇവിടെ വംശീയവാദം തന്നെയല്ലേ മുസ്ലിങ്ങൾക്ക് നേരെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. പക്ഷേ സാർ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടിയോട് നിങ്ങൾ മതിച്ചോളൂ, കുഴപ്പമില്ല, ലീഗലി ഓക്കെയാണ്, നിങ്ങൾ വിചാരിച്ചോളൂ. കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. കൺസെന്റോടുകൂടിയാണ് സെക്സ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നുള്ള ആധുനിക രാജ്യങ്ങളൊക്കെ നിങ്ങൾ പോകുകയാണെങ്കിൽ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. കൺസെന്റോടുകൂടിയാണ് സെക്സ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ ഇതൊക്കെ പഠിക്കുന്നത്. കേരളത്തിലും വരുന്നുണ്ട്. കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു തേർഡ് വേൾഡ് കൺട്രി ചിലപ്പോൾ വരാൻ കുറച്ച് സ്ലോ ആയിരിക്കും. ബട്ട് കേരളത്തിൽ ശ്രദ്ധിക്കാം, ഇദ്ദേഹം നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ചില കൾച്ചറുകൾ പ്രശ്നമാണ് എന്ന് നമ്മൾ പറയരുത്, അത് റേസിസമായി മാറും. ഇത് തന്നെയാണ് പണ്ട് നാസികൾ ചെയ്തത്. പക്ഷെ അന്ന് ഒരു കൾച്ചർ എന്നതിന് പകരം വേറെ പദപ്രയോഗം ഉപയോഗിച്ചു. ഇവിടെ ഇദ്ദേഹം പറയുന്ന തേർഡ് വേൾഡ്, ഈ തേർഡ് വേൾഡ് എന്ന വാക്ക് എവിടെ നിന്ന് വന്നാണ്? ഈ തേർഡ് വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു റേസിസ്റ്റ് നിലപാടല്ലേ? ഇനി ഇവിടെ ഇദ്ദേഹം നമ്മൾ നേരത്തെ കേട്ട ഇദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ എന്താണ് ഇദ്ദേഹം പറയുന്നത്? ചില പ്രദേശങ്ങളിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ കാര്യം പുള്ളി പറയുന്ന സമയത്ത് അതിന് തേർഡ് വേൾഡ് എന്ന് ഉപമിച്ചു. അപ്പോൾ അവിടെയൊക്കെ ചിലയിടത്ത് ചില പ്രദേശങ്ങളെ അപേക്ഷിച്ച് ചില കാര്യങ്ങൾ മെച്ചമാണ്. നമ്മൾ ചില കൾച്ചറുകൾ മായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചമാണ് എന്ന് പറഞ്ഞ അതേ ഒരു ടോണിൽ തന്നെയാണ് ഈ ട്രാൻസ് ആക്ടിവിസം അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ആളുകളുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പുരോഗമനപരമായിട്ട് ഇടപെടുന്ന സമൂഹങ്ങളും രാജ്യങ്ങളും പ്രദേശങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പ്രതീക്ഷ പറയുന്നത്. അപ്പം നമ്മളും പ്രതീക്ഷയും പറഞ്ഞതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പ്രതീക്ഷ പറയുമ്പോൾ അത് റേസിസം അല്ല, നമ്മൾ പറഞ്ഞാൽ അത് റേസിസം ആണ്. ഓക്കെ, ഇന്നിപ്പോൾ ഒരു നോർമൽ കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. എന്തായാലും വ്യക്തിയുടെ പ്രശ്നം മനസ്സിലാവും. ഈ വ്യക്തിക്ക് ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഇറക്കാം. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ആളുകളോട് ചോദിക്കാം, എന്തായിരിക്കും വാട്ട് വിൽ ഹാപ്പൻ? ലൈക്ക് കുട്ടികളോട് നിങ്ങൾ പോയി പറയുകയാണ്, ഓക്കെ നിങ്ങൾ മദ്യപാനത്തിൽ നിങ്ങൾക്ക് സെക്സ് എന്നുള്ള കാര്യം അറിയില്ല, അത് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് പേരൻസ് അങ്ങനെ LGBT ഉദാഹരണം ജാതി വിരുദ്ധത എല്ലാ ജാതിയിലുള്ള മനുഷ്യരെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് ആണ് നമ്മൾ ഒരു പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരാൾ ഒന്ന് പറയുകയാണ് അങ്ങനെ പറയാൻ പാടില്ല, ജാതി എന്നത് നല്ലൊരു കാര്യമാണ്, താഴ്ന്ന ജാതിക്കാരെ മാറ്റി നിർത്തണം, താഴ്ന്ന ജാതി പറക്കുക എന്നത് ഇമ്മോറലാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ മാനിക്കണം. അങ്ങനെയൊന്നുമില്ല. മനുഷ്യാവകാശമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. മനുഷ്യാവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും മോറൽ വിശ്വാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ പുല്ലുവരെയാണ് ആ വിശ്വാസങ്ങൾ. ഓക്കെ, അപ്പോൾ മനുഷ്യാവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും വിശ്വാസങ്ങളുള്ള ആളുകളെ അവരുടെ ആ വിശ്വാസത്തെ നമ്മൾ പുല്ല് വിലയാണ് കൊടുക്കുന്നത് എന്നാണ് പ്രതീഷിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രതീഷിൻ്റെ കമൻ്റായിട്ട് പറഞ്ഞത്. ഇതേ കാര്യം ഞാൻ പറയുകയാണ്, ഇസ്ലാമിലെ പല കാര്യങ്ങളും അത് നമ്മൾ പുല്ല് വിലയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുടിയേറ്റക്കാരായി വരുന്ന ആളുകൾ അവരുടെ ഈ വിശ്വാസങ്ങൾക്ക് പുല്ല് വിലയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐഡിയോളജിയുടെ വിമർശനമാണ്, അത് കൾച്ചറിൻ്റെയും വിമർശനമാണ്. അപ്പോൾ അത് റേസിസമായി മാറുമോ? അത് മാറുമെങ്കിൽ പ്രതീഷ് ഇവിടെ പറഞ്ഞതും അങ്ങനെ തന്നെയായിട്ട് മാറും. പ്രതീഷ് ഇതിനകത്തു കൂടി ചെയ്യുന്ന മതവിമർശനം മൂലം തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിൻ്റെ ആ വംശീയവാദത്തിൻ്റെ ഉത്തരവാദിത്വം പ്രതീക്ഷ ഏറ്റെടുക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ സമ്മതിച്ചു, നമ്മൾ ചെയ്യുന്നതും പ്രതീക്ഷ ചെയ്യുന്നതും ഓക്കെ, പ്രതീക്ഷ പറഞ്ഞത് ആ വംശീയവാദം നമ്മൾ ഏറ്റെടുക്കും. അങ്ങനെ അല്ലെങ്കിൽ പ്രതീക്ഷ ഇവിടെ പറഞ്ഞത് വംശീയവാദം തന്നെയാണ്, അല്ലെങ്കിൽ അത് ഒരു ഐഡിയോളജി വിമർശിക്കുന്ന സമയത്ത്
നിങ്ങൾ യുക്തിവാദിയോ നിങ്ങൾ ആരാണോ വിചാരിച്ചോ, നിങ്ങൾ ഐഡിയോളജി വിമർശിച്ചാൽ നിങ്ങൾ ഐഡിയോളജി പുലർത്തുന്ന ആളുകളെ മൊത്തം വംശീയമായി അധിക്ഷേപിക്കുകയാണ് എന്നുള്ളത് ആ ഒരു തെറ്റ് പ്രതീക്ഷും ഇവിടെ ആവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പ്രതീക്ഷിൻ്റെ അല്ലെങ്കിൽ പ്രതീക്ഷിൻ്റെ തന്നെ മുൻ പ്രസ്താവനകളെ ഖണ്ഡിച്ചുകൊണ്ടാണ് പുതിയൊരു അഭിപ്രായം പറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അഭിപ്രായമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ പ്രതീക്ഷിന് ആ പണ്ടത്തെ അഭിപ്രായം മാറിയത് കൊണ്ടാണോ അത് ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് ഭാഗം കൂടി കേട്ടിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. വിശ്വാസങ്ങൾക്ക് വില കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ വിശ്വാസത്തെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മനുഷ്യാവകാശങ്ങൾക്കാണ്. ഇപ്പോൾ ഇവിടെ LGBTQ ആളുകളുടെ അവകാശങ്ങളും അവരുടെ ഐഡന്റിറ്റിക്കുമാണ് നിങ്ങളുടെ മോറൽ വിശ്വാസങ്ങളെക്കാട്ടിലും ഉയർന്ന വില കൊടുക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസം ഓക്കെ നോക്കുക, നേരത്തെ സുപ്പീരിയർ ഇൻഫീരിയർ എന്നുള്ള ഒരു ബൈനറി ദൈവം ഉണ്ടാക്കിയിട്ടാണ് പറഞ്ഞത്. നമ്മളങ്ങനെ കൾച്ചറുകളെ മറ്റ് കൾച്ചറുകളുമായിട്ട് താരതമ്യം ചെയ്ത് ഒന്ന് മെച്ചപ്പെട്ടതും അല്ലെങ്കിൽ ഒന്നിന് മറ്റേതിനേക്കാൾ മേന്മയുണ്ട് എന്ന് പറഞ്ഞത് വംശീയതയായിട്ട് വ്യാഖ്യാനിച്ച് പ്രതീക്ഷ ഇവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം, സുപ്പീരിയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് പ്രതീക്ഷ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വാദങ്ങൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പറഞ്ഞ പ്രസ്താവനകൾ, അതായത് മതവിമർശനം വംശീയവാദമായിട്ട് മാറും എപ്പോൾ മതവിമർശനവുമായി ബന്ധപ്പെട്ട് ആളുകൾ ആ വിമർശന നമ്മൾ ഉന്നയിക്കുന്ന ആ ജനസമൂഹം ഉണ്ടല്ലോ, അവരുടെ മതത്തെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വിമർശിക്കുന്നത്. അപ്പോൾ ആ ജനസമൂഹത്തിന് ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും അവർ നേരെ ആ മതവിമർശനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവേചനം അല്ലെങ്കിൽ അവർക്ക് നേരെ ഒരു മോശമായ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വിമർശനം നടത്തിയ എല്ലാവരുടെയും ബാധ്യതയായി മാറും. അവരുടെ വംശീയവാദമാണ് അത് എന്നാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ നമ്മൾ സ്ട്രോമാൻ അടിച്ചു എന്നുള്ളൊരു പരാതി വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് പ്രതീക്ഷ ഇവിടെ പറയുന്നത് ഒന്നും കൂടി കേൾക്കുക. നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ പുല്ലുവരെയാണ്. ആ വിശ്വാസങ്ങൾക്ക് വില കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ വിശ്വാസത്തെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മനുഷ്യാവകാശങ്ങൾക്കാണ്. ഇപ്പോൾ ഇവിടെ LGBTQ ആളുകളുടെ അവകാശങ്ങളും അവരുടെ ഐഡന്റിറ്റിക്കുമാണ് നിങ്ങളുടെ മോറൽ വിശ്വാസങ്ങളെക്കാട്ടിലും ഉയർന്ന വില കൊടുക്കേണ്ടത്. നിങ്ങളുടെ വിശ്വാസം ഇവരുടെ അവകാശങ്ങൾക്ക് ഹനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം അപ്പോൾ മറ്റേ വിശ്വാസത്തെക്കാളും ഈ മൂല്യങ്ങൾക്ക് ഉയർന്ന നിലവാരം ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷ പറയുന്നത്. ഇതിനെ തന്നെയാണ് സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത്. കൾച്ചറുകൾ, അല്ലെങ്കിൽ ലോകത്തെ പല കൾച്ചറുകൾ എടുത്തു കഴിഞ്ഞാൽ ചില കൾച്ചറുകളിൽ ചില സംസ്കാരങ്ങളിൽ ഇതിനെ അപേക്ഷിച്ച് മോശമായ പ്രവണതകളുണ്ട്. അത് നമ്മൾ പറയുന്നത് വംശീയവാദമാകുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശയത്തെയും വിമർശിക്കാൻ പറ്റില്ല. കാരണം ആശയം പലരും ആളുകളുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ആളുകൾക്കില്ലാത്ത ആശയം നമ്മൾ വിമർശിക്കുന്നത് അപൂർവമായിട്ടാണ്. നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ കൂടുതലും അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അതെടുത്ത് പ്രയോഗിക്കുന്നുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, പ്രതീഷിൻ്റെ തന്നെ മുൻ അഭിപ്രായങ്ങൾ തിരുത്തിക്കൊണ്ടാണോ ഈ പുതിയ വീഡിയോ ചെയ്തത്? അങ്ങനെയാണെങ്കിലും ഓക്കെ. ഇപ്പോൾ പ്രതീഷ് ഹിലാൽ CP പറഞ്ഞ, അല്ലെങ്കിൽ ബാസിലിൻ്റെ അനിയനായിട്ടുള്ള ഹിലാൽ CP ട്രാൻസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യുമ്പോൾ ചെയ്യാത്തൊരു കാര്യം ഞാനോ മറ്റ് യുക്തിവാദികളോ ഒന്നും ചെയ്യുന്നില്ല ഇസ്ലാമിനെ കുറിച്ച്. നമ്മൾ കുറച്ചും കൂടി അഗ്രസീവായി ചെയ്യുന്നു. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഈ പ്രതീക്ഷയൊക്കെ ചെയ്യുന്ന പോലെ ഇത്ര ഒരു മയത്തിലൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ചില പദപ്രയോഗങ്ങൾ നടത്തും, അതൊക്കെ വീണ്ടും പറയാം. പക്ഷെ പ്രതീഷിൻ്റെ ആ ഒരു വാദം എന്താണ്? ഏത് ഐഡിയോളജി നിങ്ങൾ വിമർശിച്ചാലും ഞാനത് ജനറലൈസ് ചെയ്യാണ്. പ്രതീഷ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ കാര്യത്തിലാണ്, പക്ഷെ ഞാനത് ജനറലൈസ് ചെയ്യാണ്. ഏത് ഐഡിയോളജി നിങ്ങൾ വിമർശിച്ചാലും ആ ഐഡിയോളജി കൊണ്ട് നടക്കുന്ന മനുഷ്യരെ, ആ വിമർശനം കേൾക്കുന്ന ആരെങ്കിലും പോയിട്ട് അവരെ ഏതെങ്കിലും മോശമായ രീതിയിൽ ആ വിമർശനത്തിൻ്റെ പേരിൽ ജസ്റ്റ് അവരെ കളിയാക്കുകയോ അവർക്ക് നേരെ ഒരു വിവേചനം ഉണ്ടാക്കുകയോ ചെയ്താൽ ആ വിമർശനം ഉന്നയിച്ച എല്ലാവരും വംശീയവാദമാണ് പറഞ്ഞത് എന്നാണ് പ്രതീക്ഷ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതീക്ഷ മറ്റ് ചില വാദങ്ങൾ ആ വീഡിയോയുടെ ബാക്കി, അതായത് 13.8 നേരത്തെ ഞാൻ കാണിച്ച ആ വീഡിയോയുടെ ബാക്കിയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അതിന് കുറേ ഉദാഹരണങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ കുറേ സമയം പോയിട്ടുണ്ട്. കാരണം അത് നമുക്ക് കുറേ നേരം ചർച്ച ചെയ്യാൻ പറ്റുന്ന വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രസകരമായ ഉദാഹരണങ്ങളാണ്. കുറേ എക്സെപ്ഷൻസ് ആണ് പുള്ളി പറയുന്നത്. ഒന്ന്, സൗദിയിൽ മതം വിമർശിക്കപ്പെട്ടത് കൊണ്ടല്ല അവിടെ വന്നത് മാറ്റങ്ങൾ വന്നത്. അവിടെ മാറ്റങ്ങൾ വന്നത് സൗദിയിലെ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ മാറിയത് കൊണ്ടാണ്. അപ്പോൾ അതാണ് പുള്ളി ആ ഒരു ചുവട് വെച്ചാണ് പുള്ളിയുടെ വാദം മുന്നോട്ട് പോകുന്നത്.
അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ മാത്രമേ കാര്യങ്ങൾ മാറുന്നുള്ളൂ. നിങ്ങൾ ഈ മതവിമർശനം നടത്തിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇനി കാര്യം ഉണ്ടാവുന്ന തന്നെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വംശീയവാദമായിട്ട് അത് മാറുന്നു. അത് മുസ്ലിങ്ങൾ ഈ പേരിൽ അപരവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നു എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അതിൽ താലിബാനും മറ്റു പല ഉദാഹരണങ്ങളുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. കാരണം ഞാനത് മൊത്തമായിട്ട് ഇവിടെ എനിക്കത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ സത്ത കിട്ടില്ല, പിന്നെ വീഡിയോ ഫുള്ള് കണ്ടില്ല എന്ന് പറയും. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് പറയാനുണ്ടായിരുന്നത് ഈ വീഡിയോയെക്കുറിച്ച്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന്, നമ്മളൊരു ചാപ്പ അടിക്കുന്നതാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൂട്ടർ ഇരവാദം ഇറക്കും, ആ ഇരവാദം ഏറ്റുപിടിക്കാൻ മറ്റൊരു കൂട്ടർ വരുന്നു, അത്രയേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഇവിടെ മുസ്ലിങ്ങൾ എന്താണ് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രതീക്ഷ ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ അവരുടെ ഭീകരവാദത്തെയും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ചോദ്യം ചെയ്താൽ, തീവ്രവാദത്തെ ചോദ്യം ചെയ്താൽ, നമ്മൾ അവരെ മൊത്തമായിട്ട് പറയണ്ട, നിങ്ങൾ അവരുടെ ഇടയിലുള്ള ഏത് പ്രതീക്ഷൻ്റെ ഭാഷയിൽ പറഞ്ഞ ഐഡിയോളജിയെ ചോദ്യം ചെയ്താലും അവർ ആദ്യം ഇറക്കുന്ന ആ ഒരു കാർഡാണ് പ്രതീക്ഷും. ഇവിടെ പ്രതീക്ഷിൻ്റെ പ്രസ്താവനയോടെ പറഞ്ഞത്, പക്ഷെ പ്രതീക്ഷ പറയുമ്പോൾ അത് യുക്തിവാദിയുടെ പെർസ്പെക്റ്റീവാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നു. മുസ്ലിം പറയുമ്പോൾ അവൻ്റെ വിശ്വാസി എന്നുള്ള പെർസ്പെക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്നു. ഇത്രയേ വ്യത്യാസം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.